മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. തന്റെ പ്രപിതാമഹനായ ഭൃഗു മഹർഷി സ്നാനം ചെയ്ത ദീപ്തോദം എന്ന പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് പരശുരാമന് തന്റെ ശക്തി തിരിച്ചു കിട്ടി. തുടർന്ന് ലോമേശ മഹർഷിയോട് അഗസ്ത്യമുനിയുടെ ശക്തിയെക്കുറിച്ച് ചോദിച്ചറിയുകയാണ് യുധിഷ്ഠിരൻ. സത്യയുഗത്തിൽ കാലകേയന്മാർ എന്ന പേരിൽ വീരശൂര പരാക്രമികളായ അസുരന്മാർ ജീവിച്ചിരുന്നു. അതിൽ ഏറ്റവും കേമനായിരുന്നു വൃത്രാസുരൻ. വൃത്രാസുരന്റെ നേതൃത്വത്തിൽ അസുരന്മാർ ദേവന്മാരെ ആക്രമിക്കാൻ തുടങ്ങി. പലവിധ ആയുധങ്ങൾ കൊണ്ട് വൃത്രാസുരന്റെയും മറ്റ് അസുരന്മാരുടെയും ഉപദ്രവങ്ങൾ കൊണ്ട് ദേവന്മാർ പൊറുതിമുട്ടി. കാലകേയന്മാരുടെയും വൃത്രാസുരന്റെയും ഉപദ്രവങ്ങൾ കൂടി വന്നപ്പോൾ ദേവന്മാർ എല്ലാവരും ചേർന്ന് ബ്രഹ്മാവിന്റെ അടുത്തെത്തി. ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഭൂമിയിൽ ദദീജി എന്നു പേരുള്ള ഒരു മഹർഷി കൊടും തപസ് അനുഷ്ഠിക്കുന്നുണ്ട്. ദാനശീലനായ ദദീജി മഹർഷിയെ സമീപിക്കുവിൻ. 3 ലോകങ്ങളെയും രക്ഷിക്കാൻ വേണ്ടി അങ്ങയുടെ അസ്ഥികൾ ദാനം ചെയ്താലും എന്ന് നിങ്ങൾ ചോദിക്കണം. ദദീജി മഹർഷിയോ? ലോക നന്മയ്ക്കായി ദദീജി മഹർഷി ഇന്ദ്രിയ മനസ്സുകളെ സ്വാധീനിച്ച് ജീവത്യാഗം ചെയ്തു. വിശ്വകർമാവ് അവിടെ എത്തി അസ്ഥികളെ കൊണ്ട് വജ്രായുധം ഉണ്ടാക്കി ദേവേന്ദ്രന് നൽകി. ആ വജ്രായുധം കൊണ്ട് വൃത്രാസുരനെ ദേവേന്ദ്രൻ വധിച്ചു. വലിയൊരു കൂറ്റൻ പർവ്വതം പൊട്ടി വീഴുന്നത് പോലെ വൃത്രാസുരൻ നിലം പതിച്ചു. പേടിച്ചോടിയ കാലകേയന്മാർ ഭീകരജീവികൾ താമസിക്കുന്ന സമുദ്രാന്തർഭാഗത്തേക്ക് പോയൊളിച്ചു. ഭൂമിയിൽ കൊടും തപസ്സനുഷ്ഠിക്കുന്ന താപസന്മാർ ഉള്ളിടത്തോളം നമുക്കവിടെ സ്വാതന്ത്ര്യമില്ലെന്ന് മനസ്സിലാക്കിയ കാലകേയന്മാർ സമുദ്രത്തിൽ നിന്നും പൊന്തി വന്ന് താപസന്മാരെ ഭക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം താപസന്മാരുടെയും അസ്ഥികൾ കൊണ്ട് ഭൂമി നിറഞ്ഞു. താപസന്മാർ ഭയന്ന് വിറച്ചു. രാത്രി പുറത്തു വരുന്ന കാലകേയന്മാർ എല്ലാവരെയും കൊന്നൊടുക്കാൻ തുടങ്ങി. ഇതിൽ ഭയന്ന ദേവന്മാർ താപസന്മാർ മഹാവിഷ്ണുവിനോട് പരിഹാരം ചോദിച്ചു. അഗസ്ത്യമുനിയെ പോയി കാണുക. അഗസ്ത്യമുനിക്ക് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയും. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് അഗസ്ത്യമുനിയെ പോയി സന്ദർശിച്ചു. മുനി പറഞ്ഞു: ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ കേണു: സമുദ്രത്തെ വറ്റിക്കണം. സമുദ്രമുള്ളത് കൊണ്ടാണ് അവർ അവിടെ പോയി ഒളിക്കുന്നത്. രാത്രി ഇറങ്ങി വന്ന് ഞങ്ങളെ ഭക്ഷിക്കുന്നത്. സമുദ്രത്തെ അങ്ങ് വറ്റിക്കണം. ഇത് കേട്ട അഗസ്ത്യമുനി മഹാസമുദ്രത്തെ കുടിച്ചു വറ്റിച്ചു. സമുദ്രജലം വറ്റിയതോടുകൂടി ദേവന്മാർക്ക് കാലകേയന്മാരെ കാണാൻ കഴിഞ്ഞു. ഏകദേശം കാലകേയന്മാരെയും ദേവന്മാർ കൊന്നൊടുക്കാൻ തുടങ്ങി. വെള്ളമില്ലല്ലോ, എവിടെ പോയി ഒളിച്ചിരിക്കാനാണ്. 1-2 പേർ ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ബാക്കി എല്ലാവരെയും ദേവന്മാർ വധിച്ചു. തുടർന്ന് അഗസ്ത്യമുനിയോട് സമുദ്രത്തെ തിരിച്ചു കൊണ്ടുവരാൻ അവർ ആവശ്യപ്പെട്ടു. കുടിച്ചുപോയ വെള്ളം ദഹിച്ചു പോയെന്ന് അഗസ്ത്യമുനി. അതിൽ വിഷമമായി ദേവന്മാർക്ക്. ഭയം കണ്ട ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞു: ഇനി സമുദ്രജലത്തെ ഉണ്ടാക്കാൻ ഭഗീരഥന് മാത്രമേ കഴിയൂ. ഭഗീരഥൻ വരിക തന്നെ ചെയ്യും. സമുദ്രം വീണ്ടും ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുക. മഹാഭാരത കഥകൾ തുടരുകയാണ്. വനപർവം ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ഭാഗത്ത് ഗംഗാവതരണവും ഋഷിശൃംഗന്റെ കഥയുമായി കാണാം.